നമസ്കാരം. അയ്യോ, ഒരു വെറൈറ്റി മോങ്ങൽ കാണുകയായിരുന്നു. ഈ ഇടിയാണ് നെഞ്ചത്തിടിച്ചിട്ട് കിടന്ന് മോങ്ങുന്നത്. PVC കുഴലിന്റെ ആ കരച്ചിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ, വല്ലാത്ത സന്തോഷം തോന്നി. അതായത് നമ്മൾ പണ്ട് പറയാറില്ലേ, ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കുഴൽ കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ മാസപ്പടി എന്ന ആരോപണം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉന്നയിച്ചപ്പോ ഇത്രയും മോങ്ങലിന്റെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യവും അന്ന് കണ്ടില്ലല്ലോ. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഇവിടുത്തെ സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ ആരോപണം അത് മുൻനിർത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ ഒരു മുഖ്യമന്ത്രിയുടെ മകളായി പോയി എന്ന ഒറ്റ കാരണത്താൽ താൻ എന്തൊക്കെയാണോ വിളിച്ചു പറഞ്ഞത്, അത് വിളിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ ഒരു തെളിവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ കുറച്ച് മാപ്ര അറ്റൻഷൻ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിരപരാധിയായിട്ടുള്ള വ്യക്തി അനുഭവിച്ച മാനസിക വിഷമം എന്താണെന്ന് അറിയോ? അത് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ്. അതിൽ ഒരു വാക്കങ്ങ് കട്ട് ചെയ്ത് കളയണം. അവിടെ നിരപരാധിയും ഇതൊരു അപരാധി, ഒരു അപരാധിക്ക് ഇത്രയും പൊള്ളലുണ്ടായിട്ടുണ്ടെങ്കിലും കൈരളി ചാനൽ CPM ചെയ്ത പ്രവർത്തനം എന്നോട് അരുൺകുമാർ ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ മോങ്ങലുണ്ടല്ലോ, ആ മോങ്ങലാണ് ഈ നാട്ടിൽ പറയുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണെന്ന്. അടിസ്ഥാനമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചു, അങ്ങനെ അനന്തുവിന്റെ മൊഴി നിലവിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്.